ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ സമ്പൂർണ്ണ നിരായുധീകരണം സംബന്ധിച്ച ധാരണയായതായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണ നടപ്പാക്കുന്നതോടെ ഇസ്രയേൽ സേന ഗാസയിൽ നിന്നും പിന്മാറും. പുതിയ പലസ്തീൻ ഗവൺമെന്റിനായിരിക്കും ഗാസയുടെ ഭരണ ചുമതലയെന്നും ജനങ്ങൾക്ക് വേണ്ടി പുതിയ സംവിധാനം ഭരണം നടത്തുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹമാസ് ഉൾപ്പെടെ ഗാസയിലെ ഭീകര സംഘടനകളുടെ സമ്പൂർണ്ണ നിരായുധീകരണം സംബന്ധിച്ച് ധാരണയായതായി ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസുമായാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. സമ്പൂർണ്ണ നിരായുധീകരണം യാഥാർത്ഥ്യമാകുന്നതോടെ ഇസ്രയേൽ സൈനിക വിഭാഗങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറും. തുടർന്ന് അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ സേന ഗാസയുടെ സമാധാന ചുമതല ഏറ്റെടുക്കുമെന്നും ട്രംപ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. പാലസ്തീൻ പോലീസ് സേനയുടെ സഹകരണത്തോടെയായിരിക്കും സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് പ്രവർത്തിക്കുക. സമാധാന ധാരണ പൂർണ്ണമാകുന്നതോടെ പുതിയ പാലസ്തീൻ സർക്കാരിന്റെ കീഴിലായിരിക്കും ഗാസയുടെ ഭരണം നടക്കുക എന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. സമാധാന ധാരണ നടപ്പാക്കുന്നതിനെ ക്രിയാത്മകമായി പിന്തുണച്ച ഖത്തർ, ടർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി അറിയിച്ചു. ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കാതിരിക്കാൻ കരുതലോടെ നീങ്ങാനുള്ള നടപടികളാണ് തുടങ്ങിവെച്ചതെന്നും അദ്ദേഹം പറയുന്നു. പാലസ്തീൻ ജനത ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലായിരിക്കും ഇനിയുള്ള കാലമെന്നും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.